നമ്മുടെ പ്രകടനം വരും. അതിന്റെ ഗുണഭോക്താക്കളാണ് നമ്മളല്ല. നമ്മൾ ഈ കാണുന്ന മെഡിക്കൽ കോളേജുകളും, ആയുർവേദ മെഡിക്കൽ കോളേജായാലും, അലോപ്പതി മെഡിക്കൽ കോളേജായാലും, ഹോമിയോ മെഡിക്കൽ കോളേജായാലും, അവിടെ തിരുനാൾ ആശുപത്രിയായാലും, എല്ലാ മെഡിക്കൽ കോളേജുകളെല്ലാം ഇവിടെ സ്ഥാപിച്ചത് ശ്രീ ചിത്രരഥൻ മഹാരാജാവ്. മറ്റുള്ളവർക്കറിയാം. യൂണിവേഴ്സിറ്റികൾ, പബ്ലിക് ഓഫീസുകൾ, റെയിൽവേ, ഗതാഗതം, ആകാശവാണി, അങ്ങനെ എന്തെല്ലാം നമ്മൾ ഈ കാണുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഗുണഭോക്താക്കളെ നമ്മൾ വാഴുമ്പോൾ അതിന് പിന്നിൽ ശക്തി ഉണ്ടായിരുന്നു. മഹാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അതാണ് പത്മനാഭദാസനായ ശ്രീ ചിത്രരഥൻ. പത്മനാഭ സ്വാമിക്ക് വേണ്ടി അദ്ദേഹം രാജ്യം ഭരിക്കുന്നുവെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യവും ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവൃത്തികളെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏതെടുത്ത് നോക്കിയാലും സ്ത്രീകളെ സംബന്ധിച്ചുള്ള അദ്ദേഹം ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി, ആരോഗ്യങ്ങൾക്ക് വേണ്ടി വിധവാഹം നടപ്പിൽ ബാലവേല നിർത്തലാക്കി, ബാലങ്ങളെ കൊണ്ട് മറ്റു പണികൾ ചെയ്യുന്നത് നിർത്തലാക്കി, വിധവാഹം അനുകൂലിച്ചു, ക്ഷേത്രപരമ്പര അതൊക്കെ അറിയാവുന്നതാണ്. എന്തെല്ലാം ഇന്ന് നമ്മൾ ഈ ആധുനിക ലോകത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഉപജ്ഞാതാവല്ലാത്ത ചിത്രരഥൻ മഹാരാജാവ്. അങ്ങനെയുള്ളൊരു മഹാനായ ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കായി സത്യത്തിൽ വിലമതിക്കാത്തതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പുരസ്കാരം ഇവരെയൊക്കെ തെരഞ്ഞു കണ്ടുപിടിച്ച് കൊടുക്കാൻ ആക്ടിന് തോന്നിയ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന്റെ ഫലമായിട്ടല്ല, നിങ്ങൾ ധൈര്യരാണ് ആ അവരുടെ കാര്യം കൊണ്ട് ഇത്രയും ബുദ്ധികൾ, ഇത്രയും സിദ്ധികൾ ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുരസ്കാര ജേതാക്കൾ ആരും മോശക്കാരൻ, ആരെക്കുറിച്ച് പറയുന്നത് എല്ലാവരും മോശമാണ്. സിസ്റ്റർ തെയ്യമ്മ കണ്ണുരോഗത്തിന്റെ ഏറ്റവും വലിയ ചികിത്സ എനിക്കറിയാം. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. തെയ്യമ്മയ്ക്ക് തെയ്യമ്മ സിസ്റ്റർ അവർക്ക് അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ മാസങ്ങളെടുക്കും. ഞാൻ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് കൊണ്ട് അവിടെ പോയപ്പോൾ അടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ആദ്യകാല അമ്പലത്തിൽ പൊങ്കാലയുടെ ആളുകൾ കൂടുതലാണ് അവിടെ ആക്കുന്നത്. അത്രയുടെ പ്രഗത്ഭയായ ഈശ്വരസിദ്ധിയുടെ കർത്താവിന്റെ സിദ്ധി മേടിച്ച കർത്താവിന്റെ മണവാട്ടിയായിരുന്നുകൊണ്ട് കർത്താവിന് കിട്ടിയ സിദ്ധിയാണ്. പിന്നെ നമ്മുടെ കുറിച്ച് പറയണ്ട, അദ്ദേഹം തിരുവനന്തപുരത്ത് സുരേന്ദ്രനാണ്. ഒരുപാട് യാഗങ്ങൾ, ഹോമങ്ങൾ, ഞാൻ അറിയാൻ 112 യാഗങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രപഞ്ച യാഗാചാര്യൻ എന്ന പേര്, പ്രപഞ്ചത്തിന്റെ യാഗത്തിന്റെ യാഗാചാര്യൻ. ഒരു വലിയ ആധ്യാത്മിക ജീവിയാണ്, അതിന്റെ അറിവുള്ള ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിന്നെ ജസ്റ്റിൻ ജോസ്, അദ്ദേഹത്തിനോട് ഒറ്റ ഉൽപ്പന്നം വാർഷിക ഉൽപ്പന്നമുണ്ട്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരിക്കലും അനുഭവിച്ചാൽ അതിന് സാധനം കൊടുത്തത് ഒരിക്കലായി ആ സാധനത്തെ പഠിച്ച് കയ്യിലൊന്ന് തേച്ച് ഒന്ന് മണത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്റെ പുറകെ നീലയൊക്കെ മണത്തിട്ട് അവിടെ ഇതൊക്കെ വിചാരിക്കുക. ഇത് നാക്കിൽ കൊണ്ട് സംസാരിച്ചാൽ നല്ല വാക്കുകളെ വേണ്ടിയിട്ടുള്ളൂ, ചീത്ത വിളിച്ചാൽ ചീത്ത വരത്തില്ല. ഇപ്പൊ അതാ നീലയുടെ ഉണ്ടായിരിക്കുന്നത്, നീലയുടെ നാക്കിയാണ് പിന്നെ ഇപ്പൊ ഒരു ശരീരം അവിടെ അടക്കി ഒതുക്കി ഇരുത്തോളൂ. വേറെ നോക്കുന്ന ഭാര്യമാരുടെ വായന തൊട്ടുവെച്ച് കൊടുത്താൽ ഏറ്റവും കൂടുതൽ സുഗന്ധദായിനിയാണ്. അതിന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് മറുപടി പ്രസംഗം അദ്ദേഹം പറയുന്നില്ല, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നാഥനാണ്. പിന്നെ കണ്ണൂരിൽ നിന്ന് വന്ന പ്രഭാകരൻ അവർക്ക് കാരുണ്യപ്രവർത്തനം ജീവിതചര്യയായിട്ട് അവരെ കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഭാഗം കാരുണ്യപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിയേക്കുന്ന ഒരു നല്ല ശീലമുണ്ടാകും. നമുക്ക് പലർക്കും അതില്ല. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശീലം നമുക്ക് പലർക്കും ഇല്ല. ഇവിടെ തന്നെ കണ്ടാൽ അറിയാം, ഈ വേലി കണ്ടാൽ അറിയാം, സദസ്സ് കണ്ടാൽ അറിയാം. ഇപ്പൊ ആളൊന്നുമില്ല, ലൈറ്റ് ടൈമോ ഉണ്ടാകാനാണ്. കാര്യം എന്തെങ്കിലും ഇവർക്ക് കൊടുക്കാനുള്ള സന്മനസ്സിന്റെ അറ്റത്തല്ല ഒതുങ്ങിയിരിക്കുന്നു. മഴ പെയ്താലും മഴ കണ്ടോണ്ടിരിക്കും, ലൈറ്റ് ആയിരുന്നു വന്നിരിക്കും. ഈ ഒരു പ്രവണത എവിടെയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും സേവിക്കാനും അവരുടെ ആഗ്രഹങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ചേതോവികാരം, മനസ്സും ബുദ്ധിയും ശക്തിയും നിങ്ങൾക്കുണ്ടാകും. അതിനൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത്തരം ഈ ശക്തി, ഈ ആയിരത്തി പ്രസ്ഥാനം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് അവശരായ കലാകാരന്മാർക്ക് കൊടുക്കുന്നു, ഇത്തരം പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും കുറെ പേരൊക്കെ നാടാൻ കാണിക്കുന്നില്ല. അപ്പൊ അവരെ സഹായിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കണം. എല്ലാവരും പറഞ്ഞ് ആവർത്തിച്ചാണ് പറയുന്നില്ല. ഏതായാലും പുരസ്കാര ജേതാക്കൾക്കെല്ലാം എൻ്റെ ഹൃദയത്തിലുള്ള ആശംസകൾ, പ്രാർത്ഥന. നിങ്ങളുടെ ബന്ധാവിനോട് നിങ്ങൾ ഇനി ഒരുപാട് യാഗങ്ങൾ ഹോമങ്ങൾ നടത്തി ഈ പ്രപഞ്ചത്തിന്റെ
ഒരു കാര്യം മാത്രമേ എനിക്ക് യാഗാചാര്യനോട് പറയാം. അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പറയാറുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം എനിക്ക് പറയാറുണ്ട്. നമ്മുടെ യാഗങ്ങളും ഹോമങ്ങളും ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങയുടെ ഹോമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ദേശീയത്തിന്റെ ഉന്നമനവും ദേശീയ താല്പര്യവും ദേശീയതയും മനസ്സിലാക്കിക്കൊണ്ട് ദേശത്തിന് വേണ്ടി, ഈ ദേശത്തിന്റെ വിജയത്തിന് വേണ്ടി അങ്ങയുടെ യാഗത്തിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കണം. ഇനിയെങ്കിലും നമ്മുടെ നാട് നന്നാവും. നാട് നന്നാക്കിയേ നമ്മൾ നന്നാവും. നാടിന് ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ശക്തി ഉണ്ടാവും. അത് കറക്റ്റ് വാക്കാണ്. നാട് നന്നായാൽ നമ്മൾ നന്നാവും. അങ്ങനല്ല, നാട് നന്നായെങ്കിലേ നമ്മൾ നന്നാവും. നാടിന് ശക്തി ഉണ്ടായെങ്കിലേ നമുക്ക് ശക്തി ഉണ്ടാവും. നാടിന് സമ്പത്തുണ്ടായാലേ നമുക്കുണ്ടാവും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭാരത ഉരുപ്പിലേക്കാണ്. എല്ലാവരുടെ ആശംസകളും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ എനിക്ക് അദ്ദേഹത്തെ